വെൽക്കം ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് വൺ എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ അസിഡിക് ഓക്സൈഡ്? നോക്കുക. ഓപ്ഷൻ നമ്പർ 1 അലൂമിനിയം ഓക്സൈഡ് Al2O3. ഓപ്ഷൻ നമ്പർ 2 ഗാലിയം ഓക്സൈഡ് Ga2O3. ഓപ്ഷൻ നമ്പർ 3 ബോറോൺ ഓക്സൈഡ് B2O3. ഓപ്ഷൻ നമ്പർ 4 ഇൻഡിയം ഓക്സൈഡ് In2O3. ഇതിൽ ഏതാണ് നമുക്ക് അസിഡിക് ഓക്സൈഡ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബോറോൺ ഓക്സൈഡ് ആണ്, B2O3. നമുക്ക് ഏതൊക്കെയാണ് അസിഡിക് ഓക്സൈഡുകൾ? അസിഡിക് ഓക്സൈഡുകൾ ഏതൊക്കെ എലമെന്റുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്? നമുക്ക് ആ അസിഡിക് ഓക്സൈഡുകളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് ആദ്യം അസിഡിക് ഓക്സൈഡ്സിന്റെ പ്രത്യേകതകൾ, നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് അതിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമുക്ക് these acidic oxides react with water. They react with water to form oxoacids. Oxoacids അല്ലെങ്കിൽ ഹൈഡ്രോക്സി ആസിഡ്സ് ഓർ ഓക്സി ആസിഡ്സ് എന്നൊക്കെ വിളിക്കും. ഈ അസിഡിക് ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സോ ആസിഡ്സ് കിട്ടും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത്, ദേ റിയാക്ട് വിത്ത് ബേസസ്. അത് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. ദേ റിയാക്ട് വിത്ത് ബേസസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. ഇനി മൂന്നാമത്തേത്, ദേ റിയാക്ട് വിത്ത് ബേസിക് ഓക്സൈഡ്സ്. അത് ബേസിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ഓൺലി സോൾട്ട്സ്, സോൾട്ട് മാത്രം കിട്ടും. ഇതൊക്കെയാണ് നമുക്ക് അസിഡിക് ഓക്സൈഡുകളുടെ പ്രത്യേകതകൾ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സോ ആസിഡ് കിട്ടും. നമുക്ക് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. നമുക്ക് ബേസിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ട് മാത്രം കിട്ടും. നോക്കൂ, ഏതൊക്കെ എലമെന്റുകളാണ് അസിഡിക് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കുക, അതിൽ ഒന്നാമത്തേത്, അസിഡിക് ഓക്സൈഡ്സ് ആർ മെയിൻലി ഫോംഡ് ബൈ നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് അസിഡിക് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത്. ഈ നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന അസിഡിക് ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നോക്കുക, ഒന്നാമത്തേത്, ദീസ് ആർ ഫോംഡ് ബൈ നോൺ മെറ്റൽസ്. ഈ നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന നമുക്ക് അസിഡിക് ഓക്സൈഡുകൾ, നമുക്ക് അത് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 അത് മുഴുവൻ മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓക്സൈഡുകളൊന്നും അസിഡിക് അല്ല. ഇനി ഗ്രൂപ്പ് നമ്പർ 13 നമ്മൾ ബോറോൺ ഫാമിലി നോക്കുവാണെങ്കിൽ നമുക്ക് അതിലെ ഒന്നാമത്തെ എലമെന്റ് ബോറോണിന്റെ ഓക്സൈഡ്, അത് അസിഡിക് ആണ്, B2O3. ബോറോണിന്റെ തൊട്ട് താഴെ അലൂമിനിയം, ഗാലിയം, അതിന്റെ ഓക്സൈഡുകളൊന്നും അസിഡിക് അല്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് വരുന്ന കാർബൺ ഫാമിലിയിൽ കാർബണിന്റെ ഓക്സൈഡും തൊട്ട് താഴെ വരുന്ന സിലിക്കൺ ഡൈ ഓക്സൈഡും നമുക്ക് ഇത് രണ്ടും അസിഡിക്കാണ്. അപ്പൊ ബോറോൺ ഫാമിലിയിൽ ബോറോണിന്റെ ഓക്സൈഡ് മാത്രം, കാർബൺ ഫാമിലിയിൽ കാർബണിന്റെയും സിലിക്കണിന്റെയും നമുക്ക് ഡയോക്സൈഡുകൾ നമുക്ക് അസിഡിക്കാണ്. നമുക്ക് അടുത്ത് വരുന്ന നൈട്രജൻ ഫാമിലിയിൽ നൈട്രജന്റെ നമുക്ക് ഈ ഓക്സൈഡുകൾ N2O3, നമുക്ക് NO2 ആൻഡ് N2O5. നൈട്രജന്റെ നമുക്ക് ഈ ഓക്സൈഡുകൾ അസിഡിക്കാണ്. ഇനി നൈട്രജന്റെ തൊട്ട് താഴെ വരുന്ന നമുക്ക് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഓക്സൈഡുകൾ P4O6, ഫോസ്ഫറസ് ട്രയോക്സൈഡ് ആണ്. P4O8 ഇതൊരു മിക്സഡ് ഓക്സൈഡ് എന്നൊക്കെ പറയും. P4O10 ഫോസ്ഫറസ് പെന്റോക്സൈഡ്. അപ്പൊ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും നമുക്ക് ഈ ഓക്സൈഡുകൾ അസിഡിക്കാണ്. നൈട്രജൻ ഫാമിലി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജന്റെ കോമ്പൗണ്ടുകളാണല്ലോ നമ്മൾ ഓക്സൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന സൾഫറിന്റെ SO2, SO3 ഇത് രണ്ടും അസിഡിക്കാണ്. അപ്പോൾ ഓക്സിജൻ ഫാമിലിയിലെ എലമെന്റുകളുടെ ഓക്സൈഡും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഹാലജൻ ഫാമിലിയാണ്. ഹാലജൻ ഫാമിലിയിലെ എല്ലാ എലമെന്റുകളും നമുക്ക് നോൺ മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓക്സൈഡുകളൊക്കെ അസിഡിക്കാണ്. ഫോർ എക്സാമ്പിൾ Cl2O7, നമുക്ക് Cl2O5, I2O5,
നമുക്ക് എക്സെട്ര ഹാലജൻസിന്റെ എല്ലാ ഓക്സൈഡുകളും നമുക്ക് അസിഡിക്കാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് അസിഡിക് ഓക്സൈഡുകൾ, നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന നമുക്ക് ഓക്സൈഡുകൾ. ഇനി നമുക്ക് ഈ നോൺ മെറ്റാലിക് ഓക്സൈഡിന്റെ റിയാക്ഷൻസ് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷൻസ് നമുക്ക് ദീസ് ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് വാട്ടർ. അസിഡിക് ഓക്സൈഡുകൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സോ ആസിഡ്സ് കിട്ടും എന്ന് പറഞ്ഞു. നമുക്ക് ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർബോണിക് ആസിഡ് കിട്ടും. നമുക്ക് അനദർ എക്സാമ്പിൾ SO2 സൾഫർ ഡൈ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ. ഇത് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് H2SO3 സൾഫ്യൂറസ് ആസിഡ് കിട്ടും. നമുക്ക് SO3 സൾഫർ ട്രയോക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം H2SO4. അങ്ങനെ നമുക്ക് അസിഡിക് ഓക്സൈഡുകൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സോ ആസിഡ്സ് കിട്ടും. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചത് ദീസ് ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് ബേസസ്. അത് ബേസ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും കിട്ടും. നോക്കി കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ബേസ്, അത് NaOH വാട്ടർ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടർ ആണ് വേണ്ടത്. നമുക്ക് സോൾട്ട് Na2CO3 പ്ലസ് H2. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് SO3 റിയാക്ട്സ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ CaSO4 കാൽഷ്യം സൾഫേറ്റ് പ്ലസ് H2O. അപ്പോൾ ബേസ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചത് നമുക്ക് ദീസ് ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് ബേസിക് ഓക്സൈഡ്സ്. അത് ബേസിക് ഓക്സൈഡ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് മാത്രം കിട്ടും. നമുക്ക് അതിന് എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് കാൽഷ്യം ഓക്സൈഡ്. ഇത് കാൽഷ്യം ഓക്സൈഡ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് കിട്ടും. ഇനി SO3 റിയാക്ട്സ് വിത്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ടു ഫോം മെഗ്നീഷ്യം സൾഫേറ്റ്. നമുക്ക് ഒന്നാമത്തെ അസിഡിക് ഓക്സൈഡ്സ് ഉണ്ടാക്കുന്നത് നോൺ മെറ്റൽസ് ആണ്. നമുക്ക് നോൺ മെറ്റൽസ് ഉണ്ടാക്കുന്ന അസിഡിക് ഓക്സൈഡ്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് അസിഡിക് ഓക്സൈഡ്സിന്റെ നമുക്ക് പ്രോപ്പർട്ടി ദേ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഓക്സോ ആസിഡ്സ്. അത് ബേസ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും തരും. നമുക്ക് ബേസിക് ഓക്സൈഡ്സ് വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് മാത്രം ഫോം ചെയ്യും. നോക്കൂ, നമ്മളിപ്പോൾ പഠിച്ച നോൺ മെറ്റാലിക് ഓക്സൈഡ്സിനെ നമ്മൾ ആസിഡ് അൺഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കും. ആസിഡ് അൺഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആസിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ അൺഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓക്സൈഡ്സിനെ നമുക്ക് അൺഹൈഡ്രേറ്റ് എന്ന് വിളിക്കാൻ കാരണം, നോക്കൂ, കാർബോണിക് ആസിഡിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. Therefore, carbon dioxide is called anhydride of carbonic acid. Carbonic acid anhydride ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. നമുക്ക് അനദർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനെ ഹീറ്റ് ചെയ്താൽ ഇതൊരു മോളിക്യൂൾ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സൈഡാണ് SO3 സൾഫർ ട്രയോക്സൈഡ്. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ആസിഡ് അൺഹൈഡ്രൈഡ് ആണ്. നമുക്ക് നമ്മൾ H2SO3 സൾഫ്യൂറസ് ആസിഡിനെയാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സൈഡ് SO2. അപ്പോൾ SO2 സൾഫ്യൂറസ് ആസിഡിന്റെ ആസിഡ് അൺഹൈഡ്രൈഡ് ആണ്. ഇനി നോക്കി, നമ്മൾ എടുക്കുന്ന ആസിഡ് HNO3 ആണെങ്കിൽ അപ്പൊ അതിൽ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഓഡ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം വരുവാണെങ്കിൽ നമുക്ക് രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ ചേർന്നിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓക്സൈഡ് നോക്കി N2O5. അപ്പൊ നൈട്രിക് ആസിഡിന്റെ ആസിഡ് അൺഹൈഡ്രൈഡ് ആണ് N2O5. HNO2. ഇനി HNO2 നോക്കാം, നൈട്രസ് ആസിഡ്. HNO2നെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകുമ്പോൾ നമുക്ക് N2O3 കിട്ടും. ഇതാണ് നൈട്രസ് ആസിഡിന്റെ ആസിഡ് അൺഹൈഡ്രേറ്റ്. നോക്കി, ഇനി HClO4. HClO4ലും നമുക്ക് ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ രണ്ട് മോളിക്യൂൾ HClO4, ഒരു മോളിക്യൂൾ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Cl2O7 കിട്ടും. ഇനി HClO3, ഇതാണ് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോയാൽ നമുക്ക് Cl2O5 കിട്ടും.
നോക്കി ഇനി വേറെ ആസിഡ് H3PO4. H3PO4 ഓഡ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ള ആസിഡാണ്. ഇവിടെ നമുക്ക് 2 മോളിക്യൂൾ ചേർന്നിട്ട് ഈ മുഴുവൻ ഹൈഡ്രജനും നമുക്ക് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് P2O5 കിട്ടും, ഫോസ്ഫറസ് പെൻഡോക്സൈഡ്. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് സാധാരണ ഡൈമറൈസ്ഡ് ഫോമിലേ ഇരിക്കാറുള്ളൂ, P4O10. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ അസിഡിക് ഓക്സൈഡുകളെ അല്ലെങ്കിൽ നോൺ മെറ്റൽസിന്റെ ഓക്സൈഡുകളെ നമ്മൾ ആസിഡ് അൺഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, 2 ഡിഫറെന്റ് ആസിഡുകൾ ചേർന്നിട്ടാണ് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ഓക്സൈഡുകളെ നമ്മൾ മിക്സഡ് അൺഹൈഡ്രൈഡ് അല്ലെങ്കിൽ മിക്സഡ് ഓക്സൈഡ്സ് എന്ന് വിളിക്കും. ഇപ്പൊ 2 ഡിഫറെന്റ് ആസിഡുകൾ ചേർന്നിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാകുന്ന ഓക്സൈഡിനെയാണ് നമ്മൾ മിക്സഡ് അൺഹൈഡ്രൈഡ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, HNO3 ആൻഡ് HNO2, നൈട്രസ് ആസിഡും നമുക്ക് നൈട്രിക് ആസിഡ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു മോളിക്യൂളിനെ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് N2O4 പ്ലസ് H2O. അപ്പോൾ N2O4 ഒരു മിക്സഡ് അൺഹൈഡ്രൈഡ് ആണ്, അല്ലെങ്കിൽ മിക്സഡ് ഓക്സൈഡ് ആണ്. അല്ലെങ്കിൽ N2O4നെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് 2 ഡിഫറെന്റ് ആസിഡ്സ് കിട്ടും. അപ്പോൾ ഒരു ഓക്സൈഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 ഡിഫറെന്റ് ആസിഡ് കിട്ടുവാണെങ്കിൽ ആ ഓക്സൈഡിനെ നമ്മൾ മിക്സഡ് ഓക്സൈഡ് അല്ലെങ്കിൽ മിക്സഡ് അൺഹൈഡ്രൈഡ് എന്ന് വിളിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ, H3PO4 ഫോസ്ഫോറിക് ആസിഡും H3PO3 ഫോസ്ഫോറസ് ആസിഡും ഇവിടെ നിന്ന് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നു. മുഴുവൻ ഹൈഡ്രജൻ നമുക്ക് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് P2O4 പ്ലസ് 3 മോളിക്യൂൾസ് ഓഫ് H2O. അപ്പോൾ ഇതും ഫോസ്ഫറസിന്റെ ഒരു മിക്സഡ് അൺഹൈഡ്രൈഡ് ആണ്. അപ്പോൾ 2 ഡിഫറെന്റ് ആസിഡുകൾ ചേർന്നിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സൈഡുകളെ നമ്മൾ മിക്സഡ് അൺഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കും. നമുക്ക് ഇനി നോൺ മെറ്റാലിക് ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു പോയിന്റ് കൂടിയാണ് നമുക്ക് ഓർക്കാനുള്ളത്. നമുക്ക് ആസ് ദി നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്തോറും നമുക്ക് അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്, ആ ഓക്സൈഡിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടും നമുക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്തോറും. നമുക്ക് ഫോർ എക്സാമ്പിൾ, ബോറോണിന്റെ ഓക്സൈഡ് B2O3, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജന്റെ ഓക്സൈഡ് നോക്കുക N2O5, ക്ലോറിന്റെ ഓക്സൈഡ് Cl2O7, ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, നമുക്ക് അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഇവിടെ Cl2O7 ആണ് മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ്. നോക്കൂ, രണ്ടാമതായി നമുക്ക് അസിഡിക് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത് മെറ്റൽസ് ആണ്. മെറ്റൽസ് ഫോം ചെയ്യുന്ന എല്ലാ ഓക്സൈഡുകളും അസിഡിക് അല്ല. നമുക്ക് മെറ്റൽസ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമുക്ക് മെറ്റലിന് ഫോം ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സൈഡുകൾ നമുക്ക് അസിഡിക് ആണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ടാമത്തേത് നമുക്ക് മെറ്റൽസ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമുക്ക് ഇതിന് എക്സാമ്പിൾ ടിന്നിന്റെ ഡയോക്സൈഡ് SnO2 ഒരു അസിഡിക് ഓക്സൈഡാണ്. ഇനി നമുക്ക് ക്രോമിയത്തിന്റെ CrO3, ക്രോമിയം ധാരാളം ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അതിലെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സൈഡാണ് CrO3. അതുപോലെ മാംഗനീസ് ഫോം ചെയ്യുന്ന ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സൈഡാണ് Mn2O7. അപ്പോൾ ഈ ഓക്സൈഡുകളും നമുക്ക് അസിഡിക്കാണ്. അപ്പോൾ അസിഡിക് ഓക്സൈഡുകൾ നോൺ മെറ്റൽസ് മാത്രമല്ല ഫോം ചെയ്യുന്നത്, മെറ്റൽസും ഫോം ചെയ്യും. പക്ഷെ അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സൈഡുകളാണ് നമുക്ക് അസിഡിക് ആവും. നമുക്ക് ഇനി ഈ ഓക്സൈഡുകളെ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ടിപ്പിക്കാൻ പോവാണ്. സാധാരണ അസിഡിക് ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് ചേരുമ്പോൾ നമുക്ക് ഓക്സോ ആസിഡുകളാണല്ലോ കിട്ടേണ്ടത്. നമുക്ക് നോക്കാം, SnO2 റിയാക്ട്സ് വിത്ത് വാട്ടർ. ഇതിനെ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ടിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സോ ആസിഡ് H2SnO3. ഇതിനെ നമ്മൾ സ്റ്റാനിക് ആസിഡ് എന്ന് വിളിക്കും. മെറ്റാസ്റ്റാനിക് ആസിഡ് എന്നോ അല്ലെങ്കിൽ വെറും സ്റ്റാനിക് ആസിഡ് എന്ന് വിളിക്കും. നോക്കി, ഇനി CrO3 റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം H2CrO4.
ഇതിനെ നമ്മൾ ക്രോമിക് ആസിഡ് എന്ന് വിളിക്കും. ക്രോമിക് ആസിഡ്. നമുക്ക് അടുത്തത് Mn2O7. It reacts with water to form 2 molecules of HMnO4. ഈ കോമ്പൗണ്ടിനെ നമ്മൾ പെർമാംഗനിക് ആസിഡ് എന്ന് വിളിക്കും. പെർമാംഗനിക് ആസിഡ്. നമുക്ക് ഇതിന്റെ പൊട്ടാസ്യം സോൾട്ടിനെയാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അസിഡിക് ഓക്സൈഡ്സിനെ കുറിച്ചുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.